കലാപത്തിലെ ചില രംഗങ്ങളുമടക്കം 17-ലധികം ഭാഗങ്ങൾ ഒഴിവാക്കി. അതായത് ഞാൻ കട്ടിട്ടില്ല, ഞാനൊരു സാധനം കട്ടിട്ടില്ല. അപ്പം ഞാൻ കക്കാത്ത സാധനം ഞാൻ കട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു സാധനം കട്ടിട്ടുണ്ട്, അപ്പോൾ ആരും അറിയാതെ എവനോ അവ കട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളണമെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഇത്രയുള്ള സംഭവം. ഭരണകക്ഷി, അതായത് ഭരിക്കുന്ന പാർട്ടിയെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ആശയം വരികയാണെങ്കിൽ ആ സിനിമ പറ്റത്തില്ല, ആ സിനിമ നിരോധിക്കണം, ആ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്താണ്. ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരുമായി എല്ലാം സമ്പർക്കം പുലർത്തിയെന്ന് അന്വേഷിക്കണം. ഫേസ്ബുക്കിൽ പല പേജുകളായിട്ടാണ് സിനിമയിലെ ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വരെ നോക്കട്ടെ, ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ ഒന്ന് കിണുകിണ അടിച്ചു വെക്കുക. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പടപട്ടായി വരും. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ചടപടയെന്ന് കാണാനും പറ്റും. ഈ വീഡിയോ കാണുന്നവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നിട്ട് നേരെ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ആ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റായിട്ട് തരിക. കുറഞ്ഞ പക്ഷം ഈ ഒരു ലൈക്ക് തന്നെ കമൻറ്റായിട്ട് തരിക, അല്ലെങ്കിൽ ഒരു ഹാർട്ട് കമൻറ്റായിട്ട് തരിക. നമ്മുടെ ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം നമ്മളെ സഹായിക്കും. നിങ്ങളുടെ സഹായത്തോട് മാത്രമേ നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കാൻ പറ്റൂ. അപ്പോൾ നല്ല മനസ്സിനുടമകളെല്ലാം കമൻറ്റുകളായിട്ടിട്ടും ഒന്ന് സഹായിച്ചൊക്കെ തരിക. നിങ്ങളുടെ സഹായങ്ങൾക്കും കമൻറ്റുകൾക്കും വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ കൂടുതൽ ലാഗ് അടുപ്പിച്ച് കുളവാക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ അഭിനയിച്ച, പൃഥ്വിരാജ് സംവിധാനം ചെയ്ത, ആശീർവാദ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്ത, ഗോകുലം ഗോപാലൻ ഇൻകോപ്പറേറ്റ് ചെയ്ത എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിനെ തകർക്കാനായിട്ട് കുറേ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് പലതരത്തിലുള്ള വട്ടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇത്രയും ബോധമില്ലാത്ത കുറേ വട്ടന്മാരെ കുറിച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ജനറലൈസ് ചെയ്ത് എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, ചുരുക്കം ചില വട്ടന്മാരെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വാർത്ത ഒന്ന് കാണാം. അതായത് ഈ എമ്പുരാൻ പടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പുച്ചുക്കു കട്ട് ചെയ്ത് കളയാനുള്ള തീരുമാനത്തിലാണ്. എന്താണ് കാരണം എന്ന് അറിയണ്ടേ? നമുക്ക് ആദ്യം ഇത് കാണാം. ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള സ്പോയിലേഴ്സും ഇല്ല കേട്ടോ. കാരണം എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. എഡിറ്റഡ് പതിപ്പ് അടുത്തയാഴ്ച തിയേറ്ററുകളിൽ. സ്ത്രീകൾക്കെതിരായ അക്രമവും കലാപത്തിലെ ചില രംഗങ്ങളുമടക്കം 17-ലധികം ഭാഗങ്ങൾ ഒഴിവാക്കി. ഇപ്പോൾ വിശദാംശങ്ങളുമായും ദിനു പ്രകാശാണ് ചേരുന്നത്. ദിനു, വലിയ രാഷ്ട്രീയ വിവാദമായ സാഹചര്യത്തിലാണോ ഈ എമ്പുരാന് ഇപ്പോൾ വെട്ടുവന്നിരിക്കുന്നത്? എന്താണ് വിവരങ്ങൾ? അതായത് ഈ പടത്തിനകത്ത് ഒരുപാട് വയലൻസ് രംഗങ്ങളുണ്ട്. ലൈഫ് ഓഫ് അനന്തു ഈ പടം കണ്ടിട്ട് റിവ്യൂ പറഞ്ഞ സമയത്ത് പറഞ്ഞായിരുന്നു, ഇപ്പോഴത്തെ സിനിമകളിലെല്ലാം പ്രഗ്നൻറ്റ് ലേഡീസിനെ വല്ലാണ്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഒരു സാധനം അതിനകത്തുണ്ടെന്ന് ഇവരും കൺഫേം ചെയ്തു. അത് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ഈ സിനിമയുടെ പ്രമേയത്തിനകത്ത് പറയുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രമായ ആൾ ഗുജറാത്തിൽ നിന്ന് വന്ന ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവിടെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ചിട്ടാണ് ഈ സിനിമയുടെ ഒരു പ്രധാന വിഷയം പ്രതിപാദിക്കുന്നത്. സിനിമ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ ഈ പറയുന്നതൊക്കെ ഉള്ളതാണെന്ന് എനിക്കും അറിയത്തില്ല. അപ്പോൾ ഈ ഗുജറാത്ത് കലാപത്തിൻ്റെ സമയത്ത് ഈ ഹിന്ദു ആൾക്കാരെയൊക്കെ കുറ്റം പറഞ്ഞ്, ഹിന്ദു ആൾക്കാരെന്നല്ല ബേസിക്കായിട്ട് പറഞ്ഞ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലുള്ള ചില കലാപം ഉണ്ടാക്കിയ ആളുകളെ കുറ്റം പറയുന്നുണ്ട് ഈ സിനിമ. അപ്പോൾ ആ കുറ്റം പറയുന്ന ആളുകൾക്കാണ് ഈ സാധനം കൊണ്ടത്. അവർ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ബേസിക്കലി ഈ സിനിമയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഈ സിനിമ ഇറങ്ങിയത് നമ്മുടെ ഈ ഇസ്ലാംസ് നോയമ്പെടുക്കുന്ന സമയത്താണ്. അപ്പോൾ അതിനെ ചൊല്ലി ഇസ്ലാമുകൾക്കിടയിൽ, അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ നോയമ്പെടുക്കുന്ന സമയത്ത് ഇബിലീസിനെ വിളിച്ചുകൊണ്ട് വന്നേക്കാണ്, സാത്താനെ വിളിച്ചിറക്കുകയാണെന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ആ സാധനം സിനിമ റിലീസായപ്പോഴത്തേനും ഇത് മുസ്ലിം സഹോദരങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഹിന്ദു സഹോദരങ്ങളായിട്ടുള്ള അക്രമം അഴിച്ചു കിട്ടുന്ന ചില ബോധമില്ലാത്തവരെ എതിർക്കുന്നൊരു സാധനമാണ്. അപ്പോൾ അവർക്ക് കയറിയത് കൊണ്ടു ഇപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് മുസ്ലിം സമുദായത്തിലുള്ളവരെതിരും ഹിന്ദു സമുദായത്തിലുള്ളൊരു സപ്പോർട്ടും, ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഹിന്ദു സമുദായത്തിലുള്ളവരെതിരും മുസ്ലിം സമുദായത്തിലുള്ളൊരു സപ്പോർട്ടും, ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരെ ആർക്കും വേണ്ട. അതായത് ഈ ലൂസിഫർ എമ്പുരാൻ എന്നൊക്കെ പറയുന്നത് ഇലൂമിനാറ്റിയും ക്രിസ്ത്യൻസിൻ്റെ പടലിക്കോട്ട കയറുന്നത്. പക്ഷേ ക്രിസ്ത്യൻസിനെ ഇവിടെ എഴുതി തള്ളി. ബാക്കി പറ. തീർച്ചയായിട്ടും സിനിമയിലെ ചില രംഗങ്ങളും സിനിമ കൈകാര്യം ചെയ്ത വിഷയവും വലിയ വിവാദമായതോടുകൂടിയാണ് ഇത്തരത്തിലൊരു വെട്ട എമ്പുരാന ഏൽക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്വയം ഏറ്റെടുത്തത് എന്ന് പറയേണ്ടി വരും. കാരണം ഇത് റീസെൻസറിംഗ് അല്ല, വോളണ്ടറി മോഡിഫിക്കേഷൻ. അതായത് സിനിമയുടെ നിർമ്മാതാവ് തന്നെ ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള ഇത്തരം വിമർശനങ്ങളും വിവാദങ്ങളും കണക്കെടുത്തുകൊണ്ട് എന്റെ സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം സിനിമയിൽ നിന്നും ഇത്രയും രംഗങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കരിച്ച പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ സമർപ്പിക്കുന്നു.
അതായത് പരിഷ്കരിക്കാൻ പോവുകയാണ്. അതായത് ഈ സിനിമ കുറേ വിവാദങ്ങളായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആ രംഗങ്ങളെല്ലാം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു. സമൂഹത്തിൽ അതികഠിനമായ എതിർപ്പ് വരുന്നതിനെ തുടർന്ന് അങ്ങനെ മുറിച്ചു മാറ്റുമ്പോഴത്തേനും നേരത്തെ സിനിമ കണ്ടവർക്ക് നിങ്ങൾ കണ്ട ശരിയായ യഥാർത്ഥ പതിപ്പ് കാണാൻ പറ്റും. പക്ഷേ ഇനിയും കാണുന്ന ആളുകൾക്ക് ആ യഥാർത്ഥ പതിപ്പ് കാണാൻ പറ്റത്തില്ല. നമ്മൾ കാണുമ്പോഴത്തേനും എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ എന്ന് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഈ സിനിമയ്ക്കെതിരെ രാഷ്ട്രീയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർന്നപ്പോഴത്തേനും അവരുന്നയിച്ച ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്കകത്തുനിന്ന് ഇന്ന രംഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. അതായത് ഞാൻ കുറച്ചും കൂടെ ഓപ്പണായിട്ട് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന അവരുടെ കീഴിലുള്ള ചില ടീമുകൾക്ക് ഇത് കൊണ്ടു. അപ്പോൾ അവരെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ അവരെ ഡയറക്റ്റായിട്ട് കൊള്ളിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിമർശനത്തെ തുടർന്നാണ് ഇത് കളയുന്നത്. അതായത് ഞാൻ കട്ടിട്ടില്ല, ഞാനൊരു സാധനം കട്ടിട്ടില്ല, അപ്പം ഞാൻ കക്കാത്ത സാധനം ഞാൻ കട്ടു എന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളേണ്ട കാര്യമില്ലല്ലോ. ഞാനൊരു സാധനം കട്ടിട്ടുണ്ട്, അപ്പോൾ ആരും അറിയാതെ എവനോ അവ കട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് കൊള്ളണമെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ഇത്രയുള്ള സംഭവം. ആ പരിഷ്കരിച്ച പതിപ്പിന് ഇനി സെൻസർ ബോർഡ് അംഗീകാരം നൽകണം. അങ്ങനെ അംഗീകാരം നൽകുന്ന കോപ്പിയാണ് ഇനി അടുത്ത ആഴ്ച മുതൽ ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നതാണ് ശരിയാണെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിരിക്കും പരിഷ്കരിച്ച എമ്പുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക. അതായത് നാളെയും മറ്റന്നാളും അടക്കം സെൻസർ ബോർഡ് അവധിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ചൊവ്വാഴ്ച നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയിരിക്കും ഈ പരിഷ്കരിച്ച പതിപ്പ് തിയേറ്ററുകളിൽ എത്തുക. മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ 17 ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവായിട്ടുള്ള ആന്റണി പെരുമ്പാവൂർ ഈ പരിഷ്കരിച്ച എമ്പുരാന്റെ പതിപ്പ് സെൻസർ ബോർഡിന് മുന്നിൽ അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്. അതായത് 17ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയും. സിനിമയുടെ കാതലായ ഭാഗം പോകുമെന്നാണ് എൻ്റെ അർത്ഥം. ഒരു സിനിമയായിട്ട് കാണാൻ ബോധമില്ലാത്തവന്മാരോട് എന്ത് പറയാനാണെന്ന് എനിക്കറിയത്തില്ല. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്ത് വരുന്ന വാർത്തകൾ പ്രകാരം ലാലേട്ടന് കഥ അറിയത്തില്ലായിരുന്നു. ലാലേട്ടൻ ഈ സീൻ അറിഞ്ഞിട്ടില്ല. അതൊരു പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയ അജണ്ടയാണ് ഇങ്ങനെ കൊണ്ട് എത്തിച്ചതെന്നാണ് ലാലേട്ടൻ്റെ ചില അടുത്തു നിന്നുള്ള ആൾക്കാർ പറയുന്നത്. ഒന്ന്, ലാലേട്ടൻ ഈ സിനിമയുടെ കഥ അറിയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. ഗോകുലം ഗോപാലിന് അറിയത്തില്ലെന്ന് പറഞ്ഞാലും ഞാൻ ഒരു പക്ഷേ വിശ്വസിച്ചേനെ. 2, പൃഥ്വിരാജ് ലാലേട്ടനോട് ഇമാതിരി ഒരു അറിയാതൊരു ചതി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി അടുത്തത് വരിക, ഈ ആദ്യത്തെ ലൂസിഫർ ഇറങ്ങിയപ്പോഴത്തേന് അത് മൊത്തവും ക്രിസ്ത്യൻസിനുള്ള കൊട്ടായിരുന്നു. അന്നേരം ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല. ഓക്കെ, ഇനി മറ്റൊരു സാധനം, ഈ സിനിമകൾ ഇറങ്ങുമ്പോഴത്തേനും ഭരണകക്ഷി അതായത് ഭരിക്കുന്ന പാർട്ടിയെ എതിർത്തുകൊണ്ട് എന്തെങ്കിലും ഒരു ആശയം വരികയാണെങ്കിൽ ആ സിനിമ പറ്റത്തില്ല, ആ സിനിമ നിരോധിക്കണം, ആ സിനിമയിലെ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയണം. പക്ഷേ ഓപ്പോസിഷൻ പാർട്ടിയാണെങ്കിൽ കുഴപ്പമില്ല, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പ്രത്യേക ഭരണത്തിലുള്ള ആളുകളുടെ ചില പിരിവുകളിലൊക്കെ ഉള്ള ആളുകൾ, ഞാൻ ഒന്നും എടുത്തു പറയുന്നില്ല കേട്ടോ, പേടിയുണ്ടായിട്ടൊന്നും അല്ല, അത് വേണ്ടെന്ന് വെച്ചിട്ട് ഒരു വിവാദം വേണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ആ ആളുകൾക്ക് ഈ ഹിന്ദുസിന് എന്തെങ്കിലും പറയുമ്പോൾ കൊള്ളും. അതായത് ഹിന്ദു എന്ന് പറയുന്ന ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ഉത്തരവാദിത്തം അവരുടെ മാറിലാണ്, അല്ല അവരുടെ തോളിലാണെന്നാണ് അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലിറങ്ങുന്ന ടെററിസം സംസാരിക്കുന്ന അല്ലെങ്കിൽ ടെററിസത്തിനെ കുറിച്ച് സംസാരിക്കുന്ന സിനിമകളിലെല്ലാം ഇസ്ലാം മതത്തിൽപ്പെട്ടവരെയാണ് കോമൺ ആയിട്ട് ഈ ടെററിസ്റ്റായിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ അതിനെ ചൊല്ലി ആർക്കും പ്രതിഷേധമില്ല, നമ്മളത് സിനിമയായിട്ട് കാണുന്നു. ഇനി ട്രാൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുമ്പോഴത്തേനും അതിനകത്ത് ബെന്തിക്കോസ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെല്ലാം അടച്ചാക്ഷേപിച്ച് അവർ ഫുള്ള് കള്ളന്മാരാണ്, ഫ്രോഡെന്ന തരത്തിലാണ് പടം വന്നത്. നമുക്കൊരു പ്രശ്നമില്ലേ, നമ്മളത് അംഗീകരിച്ചേ. പക്ഷേ ഹിന്ദുസിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊലപാതകം ഉണ്ടാവും, ഹിന്ദുസിനെ സംരക്ഷിക്കാനായിട്ട് മുകളിൽ നിന്ന് ടീംസ് വരുമെന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് മനസ്സിലായില്ല. ഇനി ഇത് ചില പ്രത്യേക ആളുകൾക്ക് കേട്ടോ, ബോധമുള്ള ആളുകൾ ഈ പറയുന്ന രാഷ്ട്രീയ സംഘടനയിലും എൻ്റെ പിരിവുകളിലും എല്ലാം ഉണ്ട്, ബോധമില്ലാത്ത കുറേ ആളുകളുണ്ട്, അവർക്കാണ് ഇത് പ്രശ്നം. അത് ഒരു സിനിമയായിട്ട് കാണും, നിങ്ങളല്ല ഇത് പറയുന്നത്, എവിടെയോ നടന്നൊരു കഥ, ആ കഥ പറയുമ്പോൾ ഇത് നമ്മളെ കണക്ട് ചെയ്തിട്ടാണല്ലോ അച്ചമ്പി എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തോ പിഴവുണ്ട്, അതാണ് എൻ്റെ പ്രശ്നം. അങ്ങനെ സിനിമയായിട്ട് കാണാത്തതിൻ്റെ പ്രശ്നമാണ്. ഇനി നമ്മുടെ പ്രിയങ്കരനായ പുല്ല് പറയുന്നൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. എമ്പുരാനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നിങ്ങൾ കണ്ടോണേ. നൽകാൻ സാധിച്ചതെന്ന് അതവർ പറയട്ടെ. ചില രാഷ്ട്രീയ സൗകര്യങ്ങൾക്ക് വേണ്ടി പലതും മറച്ചു പിടിക്കരുത്. അപ്പോൾ നല്ല കാര്യങ്ങൾ സംസാരിക്കും. അല്ല, ഏതാണ് ഈ നല്ല കാര്യങ്ങൾ? എന്തോ ഒറ്റത്തടിയാനോ എന്തോ ഒരു പടം വരുന്നുണ്ടല്ലോ, ഒറ്റക്കൊമ്പൻ, അതിനെക്കുറിച്ച് സംസാരിക്കാമോ? അത് നല്ല കാര്യങ്ങളാണോ? അതായത് മത്സരിച്ച് ജയിക്കുന്നതിന് മുമ്പ് ചന്തയിൽ പോകുന്നു, മീനെ പൊക്കുന്നു, പരാതികൾ ഇരുകൈന്നിട്ട് സ്വീകരിക്കുന്നു, ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേനും തുടല്ലേ മാറ് ഇഷ്ടമല്ല എനിക്ക്, മാറി നിൽക്കാൻ കിട്ടും, മൈക്കെടുത്ത്
മറ്റേ മൈയല്ലല്ലോ, മൈക്കിൻ്റെ മൈക്ക് എടുത്ത് മാറ്റ്, അങ്ങനെയൊക്കെയായി പുള്ളിയുടെ പ്രതികരണം. നല്ല, അതായത് പുള്ളി ജയിച്ചതുകൊണ്ട്, തൃശ്ശൂർ പുള്ളി എടുത്തത് കൊണ്ടുള്ളൊരു പ്രയോജനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എങ്ങും ഒരാൾ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഉപകാരം പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി യുവമോർച്ചയുടെ ഒരു വലിയ പുള്ളിക്കാരൻ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടായിരുന്നേ. ആ പോസ്റ്റ് മൊത്തമൊന്നും ഞാൻ കാണിക്കുന്നില്ല, അത് വാർത്തയായിട്ട് വന്നത് ഞാൻ കാണിക്കാം കേട്ടോ. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെ ജോർദാനിൽ കുടുങ്ങിയ പൃഥ്വിരാജ് അവിടെ ആരുമായി എല്ലാം സമ്പർക്കം പുലർത്തിയെന്ന് അന്വേഷിക്കണം. കെ ഗണേഷ്, ഈ കെ ഗണേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന ആടുജീവിതത്തിൻ്റെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ട് പുള്ളി നിവർത്തി എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ആടുജീവിതത്തിൻ്റെ ബന്ധമായിട്ട് പുള്ളി ജോർദാനിൽ പോയപ്പോഴത്തേനും അവിടെ ചില തീവ്രവാദികളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ആ ഒരു ചിന്തകൾ വന്ന് പുള്ളി മീൻസ് ഇസ്ലാം മതത്തിന് അനുകൂലമായിട്ട് ക്രിസ്ത്യൻ മതത്തിനെ എതിർത്ത് വീഡിയോ ചെയ്തു അല്ലെങ്കിൽ മൂവ് ചെയ്തു എന്നാണ് ഈ ബുദ്ധിയുള്ള യുവമോർച്ചയുടെ നേതാവ് അവകാശപ്പെടുന്നത്. ഒന്ന്, ഈ ജോർദാനിൽ പോയത് ഈ പുള്ളിക്കാരൻ ഒറ്റയ്ക്കല്ല, ആടുജീവിതത്തിൻ്റെ ഒരു ക്രൂ ഉണ്ട്, അപ്പോൾ അവരെല്ലാം ഇതായും നമ്മൾ നോക്കണം. 2, ഈ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് ഹിന്ദുവാണ്. ഈ സിനിമയുടെ അഭിനയിച്ച പ്രധാന കഥാപാത്രം മോഹൻലാൽ ഹിന്ദുവാണ്. ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള മറ്റ് കഥാപാത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂട് ഹിന്ദുവാണ്, ഗോകുലം ഗോപാലൻ ഹിന്ദുവാണ്, മുരളി ഗോപി ഹിന്ദുവാണ്. ഈ പടത്തിൽ അഭിനയിച്ച മെജോറിറ്റി ആളുകൾ ഹിന്ദുസാണ്. ഹിന്ദുസ് എല്ലാം കൂടെ ചേർന്ന് ഇവിടുത്തെ ഹിന്ദുസ് എല്ലാം വെറും അഴിക്കുകയാണ്, ഇവിടുത്തെ ഇസ്ലാംസാണ് സൂപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതൊരാളാണെങ്കിലും സ്വന്തം മതത്തിനെ പൊക്കി പറയുന്നവർ ചിന്തിക്കത്തുള്ളൂ, അവർക്ക് അങ്ങനെ പറ്റത്തുള്ളൂ. അതൊരു പ്രകൃതി സത്യമാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോഴത്തേനും ഈ ഇന്ത്യ വിട്ട് പോയവന്മാരെല്ലാം തീവ്രവാദികളാകും എന്നുള്ള ചിന്താഗതി എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സുഹൃത്തെ, നിങ്ങളൊന്ന് ജോർദാനിൽ പോയിട്ട് വരൂ. ജോർദാനിൽ പോയിട്ട് വരുമ്പോഴത്തേനും താങ്കളുടെ ചിന്താഗതിയിൽ എന്തെങ്കിലും മാറ്റം വരുന്നതെന്ന് നമ്മൾക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഒരു സിനിമ ഇറങ്ങുമ്പോഴത്തേനും അതൊരു സിനിമയാണ് എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും ഇല്ലാത്തവനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കുറേ നാൾ മാർക്കോടെ പറയില്ലായിരുന്നു എല്ലാം കൂടെ. ഇത് നിങ്ങൾക്കിട്ട് കൊണ്ടിട്ടുണ്ട്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കിട്ട് കൊണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തോ പ്രശ്നമുണ്ട്. ഇല്ലാതെ ചുമ്മാ ഞാൻ എങ്ങനെ ഇത് പറയണ്ടേ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് കൊണ്ടത്? ഈ ഗുജറാത്ത് കലാപം എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. ഞാനത് ആ ക്ലാസ്സൊന്നും എടുക്കുന്നില്ല, ഉറക്കം വരും, ചരിത്രത്തിൻ്റെ ക്ലാസ് ഇരുന്ന പോലെ വരും. ബാക്കിയേക്കാം. ഇനി ഈ സിനിമയെ തകർക്കാനായിട്ടുള്ള അതികഠിനമായ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ സിനിമയുടെ വ്യാജ പതിപ്പ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. ഏതാ, നമ്മുടെ മാർക്കോടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ അണ്ണൻ്റെ സിനിമയും വന്നിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഉറുമി ഇതുപോലെ വന്നപ്പോഴാണ് പൃഥ്വിരാജ് അടപടല നിന്നിട്ട് എല്ലാത്തിനും അറസ്റ്റാക്കിയത്. അപ്പോൾ ഉടനെ നമുക്ക് കുറേ അറസ്റ്റുകൾ പ്രതീക്ഷിക്കാം. ഇതിലും വ്യാജ പതിപ്പിൻ്റെ വാർത്ത കൂടെ കേൾക്കാം. പതിപ്പുകൾ സമൂഹമാധ്യമങ്ങൾ ഇതിനിടെ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഫേസ്ബുക്കിൽ പല പേജുകളായിട്ടാണ് സിനിമയിലെ ഭാഗങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിനിമയുടെ ഹിന്ദി പതിപ്പാണ് പ്രചരിക്കുന്നത്. തിയേറ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ഇതിനോടകം ലക്ഷക്കണക്കിന് ആളുകൾ ഇവ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഒരു വശത്ത് സിനിമയുമായി ബന്ധപ്പെട്ട റീസെൻസറിംഗ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് അപ്പുറത്ത് വ്യാജ പതിപ്പ് പ്രചരിക്കുന്നത്. ഇത് അതായത് വ്യാജ പതിപ്പെന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഷൻ്റെ കുറേ കട്ടിങ്ങും ക്ലിപ്പുകളും എല്ലാം വെച്ചിട്ട് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ഇത്രയുള്ള സംഭവം. അതായത് ഒരു സിനിമയെ ഭയങ്കരമായിട്ട് അനുകൂലിക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യാജപ്പതിപ്പ് വരുന്നു. അപ്പോൾ ഒരു സംസ്ഥാനത്തിലുണ്ടായ കലാപമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി ഭരണം പിടിച്ചതെന്നും ഇവിടെ രാഷ്ട്രീയമായി വലിയ കലാപം ഉണ്ടാക്കിയതെന്നും ഒക്കെ പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും ആ ഒരുത്തം വന്നിട്ട് കേരളം വരും അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊള്ളത്തില്ലേ? ഇത്രയുള്ളൂ സംഭവം. അപ്പോൾ അത് ലീക്ക് ചെയ്ത് സിനിമയാക്കി വന്നു. എന്തായാലും കൊള്ളാം, നന്നായിരിക്കുന്നു. നമ്മുടെ ആൾക്കാരുടെ ആസ്വാദന ശേഷിയിൽ സന്തോഷം മാത്രം. ഞാൻ പറഞ്ഞ മറ്റേ ട്രാൻസിൻ്റെ കേസൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനിയിപ്പോൾ എല്ലാവരും പറയുന്നത് മാളികപ്പൂർ ഇറങ്ങിയപ്പോൾ കുറ്റം, ഇതിനകത്ത് ഹിന്ദുസിനെ കുറ്റം പറഞ്ഞപ്പോൾ കുറ്റം. അതായത് ഈ ചില ഉന്നത ആൾക്കാർ പറയുന്നത് ഈ ഹിന്ദു മതം, ഇന്ത്യയിലുള്ള ഹിന്ദു മതം മൊത്തവും അവർ എടുത്തേക്കാണ്. അത് നമ്മളൊന്നും പറയാൻ പാടില്ല. നമ്മൾ ഹിന്ദുസിനെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്രത്തിലെ പ്രമുഖ പാർട്ടിയോ അതിലെ പിരിവുകളെക്കുറിച്ചോ എന്തെങ്കിലും നമ്മൾ സിനിമയായിട്ടോ ആശയങ്ങളായിട്ടോ പുറത്തു വരണമെങ്കിൽ ആദ്യം അവരെ കണ്ട് പെർമിഷൻ എടുക്കണം, രണ്ടാമത് സെൻസർ ചെയ്യിക്കണം, എല്ലാത്തെല്ലാം കട്ട് ചെയ്ത് കളയണം. നല്ലയാടേ, നന്നാവും. ഒരുത്തിനും ഒരു ആശയം വേണ്ട, എല്ലാവരും ആ പാർട്ടി സൂപ്പർ, ഈ പാർട്ടി സൂപ്പർ, ആ മതം മാത്രം സൂപ്പർ, സന്തോഷം മാത്രം കേട്ടോ. എന്തായാലും ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സ്പോയിലേഴ്സ് ഒന്നുമില്ല, കാരണം ഞാൻ പടം കണ്ടിട്ടില്ല. നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തും. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.